ചികിത്സാ പിഴവിൽ കൈ നഷ്ടപ്പെട്ട കുഞ്ഞിനെ സർക്കാർ കൈവിട്ടോ? കൃത്രിമ കൈയിന്റെ കാര്യത്തിലും അധികൃതർ കൈ മലർത്തുകയാണ്. നമസ്കാരം, കേരള ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. ആരോഗ്യരംഗത്ത് ഇത് ആശങ്കയാവുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി വിഭാഗവും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ ഗുരുതരാവസ്ഥയിലാണ്. മറുഭാഗത്ത് തെരഞ്ഞെടുപ്പ് പോരാട്ടം കടുക്കുകയാണ്. പിന്നിൽ വൻ തോക്കുകളുണ്ടെന്ന ഹൈക്കോടതി പരാമർശം ആയുധമാക്കി കോൺഗ്രസും വിവരാവകാശ രേഖകൾ നിരത്തി ബിജെപിയും പ്രതിരോധിച്ച് സിപിഎമ്മും കളം നിറയുന്നു. ഇതിനിടെ രാഹുൽ ഗാന്ധിക്കെതിരെ എസ്എഫ്ഐ ലുക്കൌട്ട് നോട്ടീസ് അടിച്ചതിനെ തുടർന്ന് കണ്ണൂർ എസ്എൻ കോളേജിൽ സംഘർഷം പുകയുകയാണ്. വെൽഫെയർ പാർട്ടിയുമായി സഹകരണമില്ലെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങളും ജമായത്തെ ഇസ്ലാമിയുടെ പിന്തുണ വേണ്ടെന്ന് മുഖ്യമന്ത്രിയും വ്യക്തമാക്കുന്നു. ഇത്തവണ 118 ജെൻസി സ്ഥാനാർത്ഥികളും 16,080 കുടുംബശ്രീ സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട്. പത്തനംതിട്ടയിൽ ബാലറ്റിൽ തമിഴ് പേര് വന്നതിനെതിരെ പരാതി ഉയരുമ്പോൾ എറണാകുളം കളക്ടറേറ്റ് ഹൈടെക് നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഇഡി കൂടുതൽ വിവരങ്ങൾ തേടുന്നു. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് PV അൻവറിന് ഇഡി നോട്ടീസ്. പ്രചരണത്തിനിടെ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച CPI നേതാവിനെതിരെ പോക്സോ കേസും രജിസ്റ്റർ ചെയ്തു. അതേസമയം ഗോവിന്ദചാമി ജയിലിൽ 18 കിലോ തൂക്കം കൂടിയതും വാർത്തയാകുന്നു. കേരളം റെയിൽ വികസനത്തിൽ സഹകരിക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രി പറയുമ്പോൾ ഇരട്ട LDF ഭരണം മാറ്റങ്ങൾ കൊണ്ടുവന്നെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെട്ടു. സംസ്ഥാനത്ത് SIR സമപരിധി നീട്ടിയിട്ടുമുണ്ട്. ഈ വാർത്തകളിൽ നിങ്ങൾക്കെന്ത് തോന്നുന്നു? കമന്റ് ചെയ്യൂ. ശുഭദിനം.